സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരായ ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള സ്റ്റേ തുടരും. കമ്മീഷന്റെ പ്രവർത്തനം സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. കേന്ദ്ര ഏജൻസികൾ കേസിൽ ഗൂഢാലോചന നടത്തിയെന്ന് കണ്ടെത്താനായിരുന്നു ജസ്റ്റിസ് വി.കെ. മോഹനൻ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. മുഖ്യമന്ത്രി, സ്പീക്കർ ഉൾപ്പെടെയുള്ളവരെ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചത്. ഇക്കാര്യം പരിശോധിക്കാൻ ജസ്റ്റിസ് വി.കെ. മോഹനെ ജുഡീഷ്യൽ കമ്മീഷനായി നിയോഗിക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്താണ് ഇ.ഡി. ഹൈക്കോടതിയെ സമീപിച്ച് സിംഗിൾ ബെഞ്ചിൽ നിന്ന് സ്റ്റേ നേടിയത്. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. ജുഡീഷ്യൽ കമ്മീഷന് നിയമസാധുതയില്ലെന്നും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇ.ഡി. വാദിച്ചു. കമ്മീഷൻ ഓഫ് ഇൻക്വയറി ആക്ട് പ്രകാരം ഒരു അന്വേഷണ ഏജൻസിക്കെതിരെ മറ്റൊരു അന്വേഷണം നടത്താൻ കഴിയില്ല എന്നും ഇ.ഡി. ചൂണ്ടിക്കാട്ടി. ഈ വാദം നേരത്തെ അംഗീകരിച്ച സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും ശരിവച്ചു. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ സമ്മർദ്ദമുണ്ടെന്നുള്ള കേസിലെ മുഖ്യപ്രതി സ്വപ്നയുടെ ശബ്ദ സന്ദേശം പുറത്തുവന്നതിന് പിന്നാലെയാണ് കേന്ദ്ര ഏജൻസികളുടെ ഗൂഢാലോചന അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. മീഡിയ 1, കൊച്ചി.